കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് സ്റ്റോർ കൺട്രോൾ എന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ മെറ്റീരിയൽ കൺട്രോളിലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റാണ് സ്റ്റോർ കൺട്രോൾ എന്ന് പറയുന്നത്. സോ സ്റ്റോർ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി കൺട്രോൾ ഓവർ ദി സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സ്റ്റോർ കൺട്രോൾ എന്ന കോൺസെപ്റ്റ്. സോ ഇറ്റ് റെഫേഴ്സ് ആസ് ദ കീപ്പിംഗ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ആൻഡ് സേഫ് കസ്റ്റഡി അൻറ്റിൽ ദേ ആർ റിക്വയർഡ് ഫോർ ദി കൺസംഷൻ. കൺസംഷൻ ആവശ്യമുള്ള സമയം, അത് മീൻസ് പ്രൊഡക്ഷന് എപ്പോഴാണ് ആവശ്യം അതുവരെ നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ മെറ്റീരിയലും സേഫ് ആയിട്ട് കസ്റ്റഡിയിൽ എടുത്തു വെക്കുന്നതാണ് സ്റ്റോർ കൺട്രോൾ എന്ന കോൺസെപ്റ്റ്. സോ ഇറ്റ് ഹെൽപ്പ് ടു എനേബിൾ, അല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോർ കൺട്രോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ മിനിമൈസ് ദി ലോസസ് ഇൻ ദി സ്റ്റോറേജ്. ഇപ്പോൾ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലോസസ് മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ടു മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് സ്റ്റോറേജ്, സ്റ്റോറേജ് കോസ്റ്റും കുറയ്ക്കാൻ എന്ത് ചെയ്യും, സഹായിക്കുന്നുണ്ട് സ്റ്റോർ കൺട്രോൾ സിസ്റ്റം മുഖേന. സോ ദാറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ രണ്ട് കാര്യത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കോസ്റ്റ് മെറ്റീരിയലും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പറയുന്നത്. ദ ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ്, ഇപ്പോൾ സ്റ്റോർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ടൈപ്സുകളാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് സ്റ്റോർ ആണ് ഉദ്ദേശിക്കുന്നത്. സോ സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എ സെൻട്രലൈസ്ഡ് സ്റ്റോർ റെഫേഴ്സ് എ സിസ്റ്റം ഇൻ വിച്ച് ഓൾ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇൻ വൺ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യുന്ന ആരാണ്, ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അണ്ടർ ദിസ് സിസ്റ്റം ഓൾ ദി മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ബൈ ആൻഡ് ഇഷ്യൂഡ് ഫ്രം എ വൺ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നവരാണ് ഒരൊറ്റ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ആ കമ്പനിയിലുള്ള പ്രൊഡക്ഷനായിട്ട് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഒരു സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റോർ കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ദി സ്റ്റോർ ഫംഗ്ഷൻ ഈസ് സെൻട്രലൈസ്ഡ് ആൻഡ് മാനേജ്ഡ് ബൈ വൺ സിംഗിൾ സ്റ്റോർ കീപ്പർ, അല്ലെങ്കിൽ എന്താണ് സ്റ്റോർ മാനേജർ. അപ്പോൾ ഈ ടോട്ടൽ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുന്നവരാണ് ഒരു സ്റ്റോർ മാനേജർ ഉണ്ടായിരിക്കും. അയാൾ എന്താ ചെയ്യുക, കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസും അതുപോലെ കമ്പനിക്ക് വേണ്ടിയുള്ള ആ സ്റ്റോക്സിനൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ കീപ്പ് ചെയ്ത മെറ്റീരിയൽസൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എടുത്തു വെക്കുന്നതും അത് പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഈ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോർ മാനേജേഴ്സ് ആണ്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇതിന് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ സൂപ്പർവിഷൻ കൺട്രോൾ ഓവർ ദി സ്റ്റോർ ആസ് പോസിബിൾ. അപ്പോൾ നമുക്ക് സ്റ്റോറിൽ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും സൂപ്പർവിഷൻസും കൊണ്ടുവരാൻ പറ്റും, അതുപോലെ കൺട്രോൾസും കൊണ്ടുവരാൻ പറ്റും. ദെൻ ബെറ്റർ ലേ ഔട്ട് ഓഫ് സ്പേസ് റിക്വയർഡ്. നമുക്ക് ടോട്ടൽ കമ്പനിക്ക് വേണ്ടിയുള്ള എല്ലാ റോ മെറ്റീരിയൽസും വാങ്ങിയിട്ട് അത് കീപ്പ് ചെയ്യുന്ന ഒറ്റ സെൻട്രൽ പ്ലേസ് ആണെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു വെക്കാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് ബെറ്റർ ലേ ഔട്ട് ഓഫ് സ്പേസ്. ദെൻ ഫെസിലിറ്റേറ്റ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോഴ്സ്. അപ്പോൾ സ്റ്റോറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യാം, കുറയ്ക്കാനും പറ്റും. ഒറ്റൊരു വലിയൊരു വെയർ ഹൗസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വെയർ ഹൗസിൽ എല്ലാ മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദി സ്റ്റോർ വിൽ ബി റെഡ്യൂസ്. ദെൻ മിനിമൈസ് ദി സ്റ്റോറേജ് കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റും കുറയ്ക്കാൻ എന്ത് ചെയ്യും, സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ദെൻ ഈസി സ്റ്റോക്ക് ടേക്കിംഗ് ഈസ് പോസിബിൾ. ഈസി ആയിട്ടുള്ള സ്റ്റോക്ക് ടേക്കിംഗ് സാധിക്കുന്നുണ്ട്. ദെൻ ബെറ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ മേലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സേഫ്റ്റിയും സെക്യൂരിറ്റിയും കൊണ്ടുവരാൻ ഈ സെൻട്രലൈസ് സിസ്റ്റം ഓഫ് സ്റ്റോറിന് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഈ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് വെച്ചാൽ മോർ ഡിലേ ഇൻ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. ഒരു പ്രൊഡക്ഷൻ ഏജൻസികൾ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മെറ്റീരിയൽസ് വേണമെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യണം, ദേ ഹാവ് ടു കൺസേൺ വിത്ത് ദിസ് ഡിപ്പാർട്ട്മെന്റ്, ദേ ഹാവ് ടു അപ്രൂവ്. ഇറ്റ് ടേക്ക് ടൈം. ദാറ്റ്സ് കോൾഡ് മോർ ഡിലേ ഇൻ ദി ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. ഇതിനടുത്തതാണ് ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുക, ഈ സെൻട്രലൈസ് സിസ്റ്റത്തിന് എല്ലാ മെറ്റീരിയൽസും ഒരു ഡിപ്പാർട്ട്മെന്റാണ് കൊണ്ടുവരിക. അപ്പോൾ അവർ ഒരു പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് കോസ്റ്റ് ഉണ്ടാവും. കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കീപ്പ് ചെയ്യുക. ആ കീപ്പ് ചെയ്ത ശേഷം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റ്സിനാണ് മെറ്റീരിയൽസ് ആവശ്യമുണ്ട് ആ യൂണിറ്റ്സിന് എന്ത് ചെയ്യണം, ഇത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകേർഡ് ആവുന്നുണ്ട് ഇവിടെ. സോ അതൊക്കെ കൂടുതലാണ് ഈ സെൻട്രലൈസ് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ദെൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ഡ്യൂ ടു ദി ബ്രേക്ക് ഡൗൺ ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ചാനൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൽ വല്ല ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ദി കമ്പനി.
ദർ ഇസ് എ ഗ്രേറ്റ് റിസ്ക് ഓഫ് ലോസ് ബൈ ഫയർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രലൈസ്ഡ് സ്ഥലത്താണ് എല്ലാ മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നിന്നുണ്ട് വല്ല ഫയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ യൂസ് ടു ലോസ് ഓഫ് ദി ഓൾ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസും കത്തിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ സിസ്റ്റത്തിൽ. ദെൻ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട് പറയുന്നു. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് ഓഫ് മെറ്റീരിയൽ വിൽ എഫക്ട് ദി സ്റ്റോറിങ്. കൂടുതൽ മെറ്റീരിയൽസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു പ്രോബ്ലം തന്നെയാണ് ഈ സെൻട്രലൈസ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡാണ് സ്റ്റോറാണ് ഡീസെൻട്രലൈസ്ഡ്. അപ്പോൾ സെൻട്രലൈസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. സോ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സിസ്റ്റം ഇൻ വിച്ച് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇൻ ദി സ്റ്റോർ റൂം അറ്റാച്ച് ടു വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. നേരത്തെ പറഞ്ഞു ഒറ്റ യൂണിറ്റിൽ അല്ലെങ്കിൽ ഒറ്റ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ എന്ത് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഡീസെൻട്രലൈസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റ്സിനും ഒരു സ്വന്തമായിട്ട് എന്തുണ്ടാവും, ഒരു മെറ്റീരിയൽ റൂംസ് ഉണ്ടാവും. ആ മെറ്റീരിയൽ റൂംസിലാണ് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് there are several rooms or storerooms. These storerooms are function is decentralized and handled by the several departments under the system. All disadvantages of the centralized store are avoided. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സെൻട്രലൈസ് സിസ്റ്റം അല്ല, അതിന് പകരം എന്തെങ്കിലും കുറേ സെൻട്രലൈസ് സിസ്റ്റം അല്ല, കുറേ സ്റ്റോർ റൂം സിസ്റ്റംസ് ആണ്. അപ്പോൾ ഓരോ പ്രൊഡക്ഷന്റെ കൂടെ എന്തുണ്ടാവും, ഓരോ സ്റ്റോറുമായി അറ്റാച്ച് ചെയ്തിട്ടാണ്. ആ അറ്റാച്ച് ചെയ്തതിനൊക്കെ എന്ത് ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആരെങ്കിലും എന്ത് ചെയ്യും, അത് മാനേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡീസെൻട്രലൈസിന്റെ എല്ലാ പോരായ്മകളും സെൻട്രലൈസിന്റെ എല്ലാ പോരായ്മകളും ഈ ഡീസെൻട്രലൈസിന്റെ കോൺസെപ്റ്റിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇവിടെ പറയേണ്ടത്രേ ഉള്ളൂ, ഇൻസ്റ്റെഡ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ ദർ ആർ സെവറൽ സ്റ്റോർ റൂം that are attached to various production department. ഇവിടെ എന്താണ് പല രീതിയിൽ ഇപ്പോൾ കുറേ സ്റ്റോർ റൂമുകളുണ്ട്. ഒരു സ്റ്റോർ റൂമിന് പകരം കുറേ സ്റ്റോർ റൂംസ് ഉണ്ട്. ആ സ്റ്റോർ റൂംസ് ഒക്കെ എന്താ ചെയ്യുന്നത്, ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് ആ സ്റ്റോർ റൂമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് സെൻട്രൽ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ എന്ന് പറയും. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഇംപേഴ്സീവ് സിസ്റ്റം ഓഫ് സ്റ്റോർസ് എന്ന് പറയും. ഇതിന് പ്രത്യേകത വെച്ചാൽ നമ്മളിവിടെ ബോത്ത് സെൻട്രലൈസ് സിസ്റ്റം ഉണ്ട്, ഡീസെൻട്രലൈസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ സെൻട്രൽ സ്റ്റോറും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്, ഒരു സബ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സബ് സ്റ്റോറുകളും ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദിസ് സിസ്റ്റം ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. ഇറ്റ് ഈസ് ഡിസൈൻ ടു എൻജോയ് ദി മെറിറ്റ് ഓഫ് ബോത്ത് സിസ്റ്റം. അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ് സ്റ്റോറും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ് സ്റ്റോറിന്റെയും കോമ്പിനേഷൻ ആണ് ശരിക്കും ഈ ഇംപേഴ്സ് സിസ്റ്റം ഓഫ് സ്റ്റോർ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ രണ്ടിന്റെയും, അതായത് സെൻട്രലൈസ് സിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ് സിസ്റ്റത്തിന്റെയും രണ്ടിന്റെയും മെറിറ്റുകളാണ് ഈ ഇംപേഴ്സ് സിസ്റ്റം ഓഫ് സ്റ്റോറിന്റെ പ്രത്യേകത. സോ അണ്ടർ ദിസ് സിസ്റ്റം ദർ വിൽ ബി എ സെൻട്രൽ സ്റ്റോർ. അപ്പൊ ഈ സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കും, ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടായിരിക്കും. ആ സെൻട്രൽ സ്റ്റോർ എന്ത് ചെയ്യും, റിസീവ് ദി ഡിപ്പാർട്ട്മെന്റ്. സോ ദി സെൻട്രൽ സ്റ്റോർ നിയർ ദി റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് നമ്പർ ഓഫ് സബ് സ്റ്റോർസ് ആർ അറ്റാച്ച്ഡ് ടു ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടെ നിൽക്കുന്നതായിരിക്കും ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാക്കി സബ് ഗ്രൂപ്പുകളൊക്കെ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കൂടെ യോജിപ്പിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാ മെറ്റീരിയൽസും ആരെയാണ് കൊണ്ടുവരിക, എല്ലാ മെറ്റീരിയൽസും കൊണ്ടുവരുന്നത് സെൻട്രൽ സ്റ്റോറിലേക്കായിരിക്കും. അതിൽ നിന്നൊരു ഫിക്സഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, നമ്മൾ സബ് സ്റ്റോറിലേക്ക് ഇഷ്യൂ ചെയ്യും അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പീരിയഡ്. അറ്റ് ദി എൻഡ് ഓഫ് ദി പീരിയഡ് എന്ത് ചെയ്യും, ദി ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദി സബ് ഗ്രൂപ്പ് വിൽ ഹാവ് ടു ബി സെയിം പ്രീ ഡിറ്റർമൈൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഇൻ ദി സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഒരു കൊണ്ടുവന്ന സ്റ്റോക്സുകൾ ഉണ്ടായിരിക്കില്ലേ, ആ കൊണ്ടുവന്ന സ്റ്റോക്സുകൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ കുറച്ച് സ്റ്റോക്സുകൾ നമ്മൾ സബ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യും. ഈ സബ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്ത മെറ്റീരിയൽസും നമ്മൾ ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇഷ്യൂ ചെയ്തതും യൂസ് ചെയ്തതും ഈക്വൽ ആയിരിക്കും. ആ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന ടോട്ടൽ ഈ സെൻട്രലൈസ് സ്റ്റോറിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ മെറ്റീരിയൽസും വെച്ച് നോക്കുമ്പോൾ അത് ഈക്വൽ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരിയഡ്
Actual quantity of material used by the substore will have the same predetermined quantity of the material in the stock. This system is called impulse system of store. അപ്പോൾ ഇവിടെ പറയേണ്ട എത്ര ഉള്ളൂ, ഇവിടെ ബോത്ത് സെൻട്രൽ സിസ്റ്റം ഉണ്ട്, സബ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ സിസ്റ്റം എന്ത് ചെയ്യും, ഒരു എല്ലാ മെറ്റീരിയൽസും റിസീവ് ചെയ്തതിനു ശേഷം ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, സബ് ഗ്രൂപ്പുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇതിനടുത്തതാണ് മെറ്റീരിയൽ സ്റ്റോർ, അതുപോലെ അതല്ലെങ്കിൽ മെറ്റീരിയൽ റെക്കോർഡ്. സ്റ്റോർ റെക്കോർഡ് എന്ന് പറയും. മെറ്റീരിയൽ റെക്കോർഡും അതല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റോർ റെക്കോർഡ് എന്ന കോൺസെപ്റ്റ്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ബിൻ കാർഡ് എന്ന് പറയും. ഇത്രേ ഉള്ളൂ, കൊണ്ടുവരുന്ന മെറ്റീരിയൽസിനെ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, അതാണ് നമ്മൾ മെറ്റീരിയൽ റെക്കോർഡ് അല്ലെങ്കിൽ സ്റ്റോർ റെക്കോർഡിൽ പറയുന്നത്. സോ ബിൻ കാർഡ് ഈസ് എ കണ്ടെയ്നർ which is materials are kept. It may be it may be a rack or shelf, bag or tin, or even an open space. Each item or each of its materials are kept in a separate bin. ഇത്രയുള്ളൂ. നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു കമ്പനിയിൽ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, റാക്കിലോ ഷെൽഫിലോ ബാഗിലോ എന്തിലൊക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പൺ പ്ലേസിലായിരിക്കും. സോ ഓരോ മെറ്റീരിയലും കീപ്പ് ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ബാഗിലാണ് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതെന്ത് ബിൻ എന്ന് പറയും. നമ്മൾ ബിന്നിലാണ് എടുത്തു വെക്കുന്നത്. എ കാർഡ് ഈസ് അറ്റാച്ച് ടു എവരി ബിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ബിന്നിന്റെ കൂടെ ഒരു കാർഡ് അറ്റാച്ച് ചെയ്തിട്ട് ടു റെക്കോർഡ് ദി പർട്ടിക്കുലർ മെറ്റീരിയൽ കെപ്റ്റ് ഇൻ ഇറ്റ്. സച്ച് കാർഡ് ഈസ് അറ്റാച്ച് ടു ദി ബിൻ ഈസ് കോൾഡ് ബിൻ കാർഡ്. പറയേണ്ട എത്ര ഉള്ളൂ, നമ്മളെ മെറ്റീരിയൽസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്, റാക്കിലോ അല്ലെങ്കിൽ ബാഗിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിന്റെ അല്ലെങ്കിൽ റാക്കിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിന്നിന്റെ കൂടെ നമ്മൾ ഒരു കാർഡ് അറ്റാച്ച് ചെയ്യും. ആ കാർഡിൽ എന്തായിരിക്കും ഉണ്ടാവുക, എന്താണ് ആ മെറ്റീരിയൽ, അതിന്റെ ഉദാഹരണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നോക്കിയാൽ മതി. ഒരു സ്റ്റോർ കാർഡ് അല്ലെങ്കിൽ ബിൻ കാർഡിന്റെ മെറ്റീരിയൽ, ഇവിടെ നമുക്ക് കോസ്റ്റ് ഉണ്ട്, അതിന്റെ മാക്സിമം ലെവൽ ഉണ്ട്, ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്, ഐറ്റം ഉണ്ട്, റീഡിങ് ടൈംസ് ഉണ്ട്, മാക്സിമം ലെവൽ, റിസർവ്, യൂണിറ്റ് പാക്ക്, ഡിസ്ക്രിപ്ഷൻസ്. ഈ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ഐറ്റം എന്നൊക്കെ ഇവിടെ പറയേണ്ടത്രയുള്ളൂ. ഡേറ്റ് ഉണ്ടാവും, എന്നാ റിസീവ് ചെയ്ത്, എത്ര എണ്ണം റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ന്യൂ ബാലൻസ് എത്രയാണ്, റിമാർക്ക് എന്താണ്, സിഗ്നേച്ചർ ആണ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ബിൻ റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു കൂട്ടം ഉദാഹരണം, നമ്മളിപ്പോ ബജാജിന്റെ സ്പെയറിൽ പോവുകയാണെങ്കിൽ ആ സ്പെയറിൽ ഒരു ഗ്രീസ് എടുക്കുകയാണെങ്കിൽ പോലും ആ ഗ്രീസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്രീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചെയിൻ സോക്കറ്റ് വിചാരിച്ചോളൂ, ഒരു വണ്ടീന്റെ ചെയിൻ സോക്കറ്റ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ചെയിൻ സോക്കറ്റ് എടുക്കുന്നുണ്ട്, ഇപ്പൊ ഒരു യൂണിറ്റ് എടുത്ത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്ന എന്താണ്, ഈ ബിൻ കാർഡിൽ മെൻഷൻ ചെയ്യണം. ഇത്ര ഒരു ക്വാണ്ടിറ്റി ഇന്ന ഡേറ്റിൽ ഇന്ന ആൾക്ക് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇനി എന്ത് റിസീവ് ചെയ്തിട്ടുണ്ട്, ഇത്ര യൂണിറ്റ് റിസീവ് കിട്ടിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ കാണിക്കുന്നതാണ് ഈ ബിൻ റെക്കോർഡ്. അപ്പോൾ ഓരോ പ്രാവശ്യം ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ പുതിയ ഒരു ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. സോ ബിൻ കാർഡ് ഈസ് എ റെക്കോർഡ് ഓഫ് റിസീപ്റ്റ്, ഇഷ്യൂ of and balance of material in terms of quantity, does not record the value of material. അപ്പൊ ബിൻ കോഡ് എന്താ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, എത്ര എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര എമൗണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്രയാണ് ബാലൻസ് മാത്രം. ഇവിടെ നമ്മൾ ഒരിക്കലും അതിന്റെ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇവിടെ മെഷർ ചെയ്യുന്നില്ല. Then every receipt and issue of materials is entered individually and new balance is calculated. അപ്പോൾ ഓരോ പ്രാവശ്യം ഇഷ്യൂ ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യം റിസീപ്റ്റ് ചെയ്യുന്ന സമയത്തും മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്ന സമയത്തും ഈ ബിൻ കാർഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പുതിയ ന്യൂ ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇപ്പൊ നമ്മളെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഇത്ര ബാലൻസ് ആണ്, ഇനി ഇത്ര എമൗണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത്ര എമൗണ്ട് നമ്മളെ ബാലൻസിൽ നിന്ന് കുറച്ച് ശേഷം അടുത്ത ന്യൂ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കാണിക്കേണ്ടതാണ്. അപ്പൊ അതാണ് ബിൻ കാർഡിന്റെ സിസ്റ്റം. Then it contain particular materials such as a description, code, ലെവൽ, റീഓർഡർ. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിന്റെ അഡ്വാൻറ്റേജസ്, ബിൻ കാർഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇറ്റ് ഷോ ദ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ ഇൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് കാണും, എത്ര എമൗണ്ട് വന്നിട്ടുണ്ട്, എത്ര എമൗണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് ഫിസിക്കൽ മൂവ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നു. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ ദി സ്റ്റോക്ക്. ഒരു എത്ര എമൗണ്ട് സ്റ്റോക്ക്, ഇപ്പൊ ഒരു ഉദാഹരണം നമ്മൾ ചെയിൻ സോക്കറ്റ് ആണ്, വണ്ടീന്റെ ചെയിൻ സോക്കറ്റ് ആണ് നമ്മൾ മെറ്റീരിയൽ വിചാരിച്ചോ, അത് എത്ര ഐറ്റം നമ്മളെ കയ്യിൽ ഇപ്പോൾ ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ട്, ഓരോ സമയത്ത് എത്രത്തോളം ഉണ്ട് അതിന് യൂണിറ്റ് എന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഓർഡറിംഗ് ലെവൽ നോട്ട് ഓൺ ദി കാർഡ്,
ദാറ്റ് ഹെൽപ് ദ സ്റ്റോക്ക് കീപ്പർ ടു ഇഷ്യൂ ദി പർച്ചേസ് റിക്വസ്റ്റ്. ഇപ്പോൾ ഉദാഹരണം നമ്മളെ കമ്പനിയിൽ ഒരു ചോക്ക് ഓക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ചോദിച്ചോളൂ, നിങ്ങൾക്ക് A4 പേപ്പർ ആണ് നിങ്ങളെ ഒരു മെറ്റീരിയൽ ചോദിച്ചോളൂ, നമുക്ക് റീ ഓർഡർ ലെവൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു 50 കെട്ട് A4 ഷീറ്റ് ആണ് കൊണ്ടുവരാറ്, 50 കെട്ട്. അത് നമ്മൾ എപ്പോഴും റീ ഓർഡർ ലെവൽ വെച്ചിട്ടുള്ളത് 10 കെട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീ ഓർഡറിന് വേണ്ടിയിട്ട് പർച്ചേസ് റിക്വസിഷൻ നൽകണം എന്നുണ്ട്. ഇപ്പൊ നമ്മളെ കമ്പനിയിൽ 11ആയി, മീൻസ് ഓരോ ദിവസവും നമ്മൾ എന്തുണ്ട് ഈ A4 ഷീറ്റിന്റെ കെട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് 11ആയി, പിറ്റേ ദിവസം 10-ാം തീയതി 10 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് റിക്വസിഷൻ കൊടുക്കണം. നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ A4 ഷീറ്റിന്റെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്, വി നീഡ് മോർ ഷീറ്റ്സ് എന്ന രീതിയിൽ എന്ത് ചെയ്യണം, പർച്ചേസ് റിക്വസിഷൻ നൽകേണ്ടതാണ്. അതിനെ പറഞ്ഞ പേരാണ് ഓർഡറിംഗ് ലെവൽ എന്ന് പറയും. അതുപോലെ തന്നെ ഇറ്റ് സെർവ് ആസ് എ റെക്കോർഡ് ഓഫ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിന്റെ റെക്കോർഡും കൂടിയാണ് ഈ ബിൻ കാർഡ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഹെൽപ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക്. ഒരു ഉദാഹരണം നമ്മളെ എന്താ സ്റ്റോക്കിൽ പറയുന്ന ഒരു 10 മൊബൈൽ കേസ് ഉണ്ട് വിചാരിച്ചോ, ഒരു മെറ്റീരിയലും 10 മൊബൈൽ കേസ് ആണ് ഉള്ളത്. സോ നമ്മൾ ബിൻ കാർഡ് നോക്കിയപ്പോൾ അതിൽ കാണിക്കുന്നത് 11 ഉണ്ട്. സോ ദർ ഈസ് എ 1 മിസ്സിങ്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക എത്ര നമ്മളെ കയ്യിലുണ്ട്, എത്ര മിസ്സായിട്ടുണ്ടോ ഒക്കെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒക്കെ സാധിക്കുന്ന സംഭവമാണ് ബിൻ കാർഡ്. ബൈ പ്രൊവൈഡിങ് സ്റ്റോക്ക് ഫിഗർ ഇറ്റ് ഹെൽപ് ദി പ്രിപ്പറേഷൻ ഓഫ് ഇന്ററിം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ നമുക്ക് ഈ ബിൻ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ററിം പ്രോഫിറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ലോസും പ്രോഫിറ്റും ഒക്കെ കണ്ടെത്താനും വളരെ എളുപ്പമാണെന്ന് പറയുന്നത്. ഇതിന് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറയും. സോ ഇത് ചില കമ്പനികൾ മാത്രമേ ഈ സിസ്റ്റം ഉപയോഗിക്കാറുള്ളൂ. സം ഓർഗനൈസേഷൻ ഫോളോ ദി ഡബിൾ ബിൻ സിസ്റ്റം ഫോർ സ്റ്റോറിംഗ് മെറ്റീരിയൽസ് അണ്ടർ ദി സിസ്റ്റം. ദി ബിൻ ഈസ് ഡിവൈഡ് ഇൻ ടു 2 പാർട്സ്. അപ്പൊ ഡബിൾ ബിൻ സിസ്റ്റത്തിന് പ്രത്യേകം വെച്ചാൽ നമ്മൾ ഈ ടോട്ടൽ ബിന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റത്തെ പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത് വെച്ചാൽ സ്മോൾ പോർഷൻ പറയും. രണ്ടാമത്തെ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് പോർഷൻ എന്ന് പറയും. സോ സ്മോൾ പോർഷനും ലാർജ് പോർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇസ് കെപ്റ്റ് ഇൻ ദി സ്മോൾ പോർഷൻ. അപ്പോൾ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന്റെ മെറ്റീരിയൽ ഏറ്റവും മിനിമം എമൗണ്ട് കെപ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് അല്ലെങ്കിൽ റിസർവ് എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്മോൾ പോർഷനിൽ കെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ദ ബാലൻസ് ഇൻ ദ ലാർജ് പോർഷൻ, ബാക്കി ഉണ്ടാവുന്ന ബാക്കി ഒരു 100 ഒരു ക്വാണ്ടിറ്റി 100 ഉണ്ട് വെച്ചാൽ അതിൽ 20 പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, സ്മോൾ ക്വാണ്ടിറ്റി ചെയ്ത് കെപ്റ്റ് ചെയ്യും. ബാക്കി ലാർജ് ഉണ്ട് 80%, അതെന്ത് ചെയ്യും, ലാർജ് പോർഷനിൽ കെപ്റ്റ് ചെയ്യും. നോർമലി മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഫ്രം ദി ലാർജ് പോർഷൻ. അപ്പൊ നമ്മൾ എപ്പോഴും എവിടെ നിന്ന് കൊടുക്കാറ്, ലാർജ് പോർഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. സോ മെറ്റീരിയൽ ഇൻ ദി സ്മോൾ പോർഷൻ ആർ യൂസ്ഡ് ഫോർ ദി ആഫ്റ്റർ യൂസിങ് ഓൾ ദി മെറ്റീരിയൽ ഇൻ ദി ലാർജ് പോർഷൻ. അപ്പം നേരത്തെ പറഞ്ഞ 80% മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, ഈ സ്മോൾ പോർഷനിൽ ഉണ്ടായിരുന്ന ബാക്കി 20% മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നുള്ളൂ. സോ ദ ക്വാണ്ടിറ്റി ഇൻ ദി സ്മോൾ പോർഷൻ ആക്ട് ആസ് എ സേഫ്റ്റി ടു എൻഷുർ ദി കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻസ്. അപ്പൊ നേരത്തെ ഒരു പറയേണ്ട കേസ് ഇത്രേ ഉള്ളൂ. സ്മോൾ പോർഷൻ എന്താണ്, ഒരു റിസർവ് ആയിട്ട് കണക്കാക്കുകയാണ്. ലാർജ് പോർഷൻ നമ്മൾ എന്തെങ്കിലും മെയിൻ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ബൈക്കാണെങ്കിൽ തന്നെ ബൈക്കിൽ എണ്ണ അടിക്കുന്ന സമയത്ത് നമുക്കറിയാം മെയിൻ ഉണ്ട്, അതുപോലെ റിസർവ് ഉണ്ട്. മെയിനിലാക്കി കേട്ടാൽ നമ്മളെ വണ്ടി എന്ത് ചെയ്യും, ഒരു ത്രൂ ഔട്ട് വണ്ടിയിൽ 15 ലിറ്റർ ഉണ്ടെങ്കിൽ 15 ലിറ്ററിലെ 12 ലിറ്റർ വരെ എന്ത് ചെയ്യും, വണ്ടി ഓടിപ്പോവും. 12 ലിറ്റർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി റിസർവ് ആവും. കാരണം വെച്ചാൽ ഇനി വണ്ടിയിൽ എത്ര ഉണ്ടാവുള്ളൂ, 3 ലിറ്റർ എണ്ണ ഉണ്ടാവുള്ളൂ. ആ 3 ലിറ്റർ എണ്ണ എന്താണ് നമ്മൾ റിസർവ് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ സ്മോൾ പോർഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഈ 3 ലിറ്ററിന് കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ആ 3 ലിറ്ററിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ഫൈൻഡ് എ ന്യൂ പെട്രോൾ പമ്പ് ആൻഡ് ഫിൽ അവർ ഗ്യാസ്. സോ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഡബിൾ ബിൻ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. പ്രൊഡക്ഷന്റെ ബ്രേക്ക് ഡൗൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ സ്റ്റോർസിനെ അല്ലെങ്കിൽ ബിൻ സിസ്റ്റത്തിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് സ്മോളും ഒന്ന് ലാർജും. ലാർജ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. സ്മോൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ബി അലേർട്ട്. നമ്മൾ പുതിയ റീ ഓർഡർ ലെവലൊക്കെ കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് റിക്വസിഷൻ ഒക്കെ നൽകേണ്ടി വരും വെൻ വി സ്റ്റാർട്ട് ടു യൂസ് ദി സ്മോൾ പോർഷൻസ്. സോ സ്മോൾ പോർഷൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ സേഫ്റ്റി ടു എൻഷുർ ദി കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഇതിന് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയും. സ്റ്റോർ ലെഡ്ജർ ഈസ് എ മെറ്റീരിയൽ റെക്കോർഡ് കെപ്റ്റ് ഇൻ ദി കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ശരിക്കും ആരെ കെപ്റ്റ് ചെയ്യുന്നത്,
ഒരു കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. യൂഷ്വലി ക്ലർക്കാണ് ഈ സ്റ്റോർ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റോർ ലെഡ്ജർ ഇസ് എ മെറ്റീരിയൽ റെക്കോർഡ് ഇൻ ദി കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബൈ ദി സ്റ്റോർ അക്കൗണ്ടന്റ്. സ്റ്റോർ അക്കൗണ്ടന്റ് ആണ് ഇത് എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ റെക്കോർഡ് ഓഫ് റിസീപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ് ഓഫ് ദി മെറ്റീരിയൽ ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ബിന്ന് ഡബിൾ ബിന്നിലൊക്കെ എന്ത് മാത്രം എടുക്കുന്നുള്ളൂ, ജസ്റ്റ് ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നുള്ളൂ. ബട്ട് ഇൻ കേസ് ദി സ്റ്റോറിൽ അടിച്ചോ വി ആർ ടേക്കിംഗ് ദി ബോത്ത് ദി ക്വാണ്ടിറ്റി ആൻഡ് ദി വാല്യൂ ഓഫ് ദി പ്രൊഡക്ട്സ്. ഇപ്പോൾ എമൗണ്ട് എടുക്കുന്നുണ്ട്, എത്ര എമൗണ്ട് ആണ്. ഇപ്പോൾ നേരത്തെ പറയാം 80 20, 80 എത്ര, എന്തിന്റെ മൂല്യം എത്ര, 20 എത്ര മൂല്യം ഒക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു യൂണിറ്റ് മെറ്റീരിയൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൽ എത്ര രൂപ എന്നൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ റിസീപ്റ്റ്, പേയ്മെന്റ്, ബാലൻസ് എമൗണ്ടിന്റെ ഒക്കെ എന്ത് വേണം, എമൗണ്ട്സുകൾ വേണം. സോ ഇറ്റ് ഷോ ദി ക്വാണ്ടിറ്റി ആൻഡ് ദി വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ ദി ഹാൻഡ് അറ്റ് ടൈം. അപ്പൊ നമ്മളെ കയ്യിൽ എത്രയാണ് സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി ഉണ്ട്, അതിന്റെ മൂല്യം എത്ര എന്ന് കാണിക്കേണ്ടതാണ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്നത്. So a store ledger is an account prepared for the each item of materials. It contains the same particular as in a bin card. In addition, the value of materials received and issued in and in stock. അപ്പോൾ ഒരു ബിൻ കാർഡിനെ പോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ്. ഈ സിസ്റ്റത്തിന് പ്രത്യേകം വെച്ചാൽ ബിൻ കാർഡിൽ വെറും ക്വാണ്ടിറ്റികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സ്റ്റോർ ലെഡ്ജർ കോൺസെപ്റ്റിൽ പറയുന്നത് ഇവിടെ മെറ്റീരിയലിനെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വില ഉണ്ടാവും. അതുപോലെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മൂല്യം നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അതുപോലെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണെങ്കിൽ തന്നെ അതിന്റെ മൂല്യം നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇതാണ് സ്റ്റോർ ലെഡ്ജറിന്റെ കോൺസെപ്റ്റ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബിൻ കാർഡ് ആൻഡ് സ്റ്റോർ ലെഡ്ജർ. സോ ബിൻ കാർഡിന്റെ സ്റ്റോർ ലെഡ്ജറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബിൻ കാർഡ് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ക്വാണ്ടിറ്റി മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് റെക്കോർഡ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി മെറ്റീരിയൽസ്. Whereas store ledger record both the quantity and the values. The bin card is kept in the storeroom attached to bin. അപ്പോൾ ബിൻ കാർഡ് എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും, സ്റ്റോർ റൂമിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ബിൻ എവിടെയാണ് ആ ബിന്നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഈ ബിൻ കാർഡ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത, സ്റ്റോർ ലെഡ്ജറിന്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി കോസ്റ്റ് ഓഫീസ്. കോസ്റ്റ് സെന്ററിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലായിരിക്കും സ്റ്റോർ ലെഡ്ജർ ഉണ്ടായിരിക്കാം. ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻ ബൈ ദി സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുക, ഈ ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻസ്റ്റെഡ് സ്റ്റോർ ലെഡ്ജർ ഈസ് കെപ്റ്റ് ബൈ ദി അക്കൗണ്ടന്റ് അല്ലെങ്കിൽ സ്റ്റോർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ക്ലർക്ക് ആരെങ്കിലും ഒക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എൻട്രീസ് ആർ മെയ്ഡ് ഇൻ ദി ബിൻ കാർഡ് ബിഫോർ ദി ഫിസിക്കൽ ട്രാൻസാക്ഷൻസ്. അപ്പോൾ അവിടെ ഫിസിക്കൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എൻട്രീസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. Whereas the store ledger, the entries are made only after the physical transaction. സാധനം മൂവ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുള്ളൂ, സ്റ്റോർ ലെഡ്ജർ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് ഇൻഡിവിജ്വലി റെക്കോർഡ് ഇൻ ദി ബിൻ കാർഡ്. ബിൻ കാർഡിലെ എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യും, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റോർ ലെഡ്ജർ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റോർ കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ സ്റ്റോർ കൺട്രോളർ, അതുപോലെ അതിന്റെ ടൈപ്സ് പറഞ്ഞു, ദെൻ മെറ്റീരിയൽ റെക്കോർഡ് പറഞ്ഞു, ബിൻ എന്താണ് പറഞ്ഞു. ബിൻ ബിൻ എന്ന് വെച്ചാൽ ഒരു പെട്ടി അല്ലെങ്കിൽ ബാഗ്, അതിന്റെ കൂടെ ഒരു കാർഡ് ഉണ്ട്. ആ പെട്ടിയിൽ എത്ര മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ എത്രയാണ് അതിന്റെ ഹൈ ഓർഡറിങ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി, ഹൈ ക്വാണ്ടിറ്റി എത്രയെന്ന് കാണിക്കുന്ന കാർഡാണ് ബിൻ കാർഡ് എന്ന് പറഞ്ഞു. ഈ ഡബിൾ ബിൻ കാർഡ് എന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ബിൻ കാർഡിന്റെ കൂടെ ഒരു റിസർവ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് ഡബിൾ ബിൻ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. സ്റ്റോർ ലെഡ്ജർ ആണ് ഈ ബിൻ കാർഡിന്റെ കൂടെ തന്നെ എന്ത് കൊണ്ടുവരികയാണ്, നമ്മൾ എമൗണ്ടിന്റെ വാല്യൂവിനെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ സ്റ്റോർ ലെഡ്ജർ എന്ന് പറയും. പിന്നെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്.